ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഈ ക്ലാസ്സിൽ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്വകാര്യ പൊതു ആഗോള സംരംഭങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ രണ്ടാമത്തും ഒന്നാമത്തെയും മുമ്പുള്ള ചില ചാപ്റ്ററുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും രണ്ടും ചാപ്റ്ററുകൾ കാണാത്തവരെന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എടുത്ത് കാണാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് സ്വകാര്യ സംരംഭങ്ങളും പൊതു സംരംഭങ്ങളും ആഗോള സംരംഭങ്ങളുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്വകാര്യ സ്ഥാപനം, ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഏതാണ് പൊതു ബിസിനസ് സ്ഥാപനങ്ങൾ, ഏതാണ് ആഗോള ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു മോട്ടീവ് എന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഉപകാരപ്പെടട്ടെ. ക്ലാസ് ഉപകാരപ്രദമാകുന്നെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ചാപ്റ്ററാണ് സ്വകാര്യ പൊതു ആഗോള സംരംഭങ്ങൾ പറഞ്ഞല്ലോ. ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞല്ലോ. നമ്മൾ നോക്കാം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യാപാരങ്ങളെയും വ്യവസായങ്ങളെയും സേവന പ്രവർത്തനങ്ങളെയും ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമതാണ് ഏത്, സ്വകാര്യ മേഖലാ സംരംഭങ്ങൾ, രണ്ടാമത് പൊതുമേഖലാ സംരംഭങ്ങൾ. സ്വകാര്യ തലത്തിലുള്ള സ്വകാര്യ വ്യക്തികളുടെ കൈകളിലുള്ള അല്ലെങ്കിൽ സ്വകാര്യ ഗ്രൂപ്പുകളുടെ കൈകളിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്വകാര്യ മേഖലാ സംരംഭങ്ങളെന്ന് പറയുന്നത്. കേട്ടോ, നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഏതാണ്, സ്വകാര്യ മേഖലാ സംരംഭങ്ങളാണ് നോക്കുന്നത്. സ്വകാര്യ വ്യക്തികളോ ഗ്രൂപ്പുകളോ മൂലധനം ഇറക്കി നടത്തിക്കൊണ്ടുപോരുന്ന ബിസിനസ്സുകളാണിവ. അതായത് സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ ഗ്രൂപ്പ് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ആളുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് നടത്തിക്കൊണ്ടുപോരുന്നു. അത്തരം ബിസിനസ്സുകളാണ് സ്വകാര്യ സംരംഭങ്ങളായിട്ട് പറയുന്നത്. അല്ലേ, അതിന് ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഏകാംഗ വ്യാപാരം, പാർട്ണർഷിപ്പ്, ജോയിൻ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് തുടങ്ങിയവ സ്വകാര്യ സംരംഭങ്ങളാണ്. അതിന് ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്ത കാര്യമാണത്. ഏകാംഗ വ്യാപാരം, പാർട്ണർഷിപ്പ്, ജോയിൻ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളാണ് എന്ത്, സ്വകാര്യ മേഖലാ സംരംഭങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സ്വകാര്യ മേഖലാ സംരംഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ചെറുമ്പടി ചേർക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിൻ ദ ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്? അത് ഒന്ന് സ്വകാര്യ മേഖലാ സംരംഭങ്ങളാണ്. രണ്ടാമത്തെ ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ്, പൊതുമേഖലാ സംരംഭങ്ങൾ കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും വരുന്ന ബിസിനസ്സുകളാണ് പൊതുമേഖലാ സംരംഭങ്ങൾ. അപ്പം നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളാണ്, അല്ലെ, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ സംരംഭങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അല്ലെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും വരുന്ന ബിസിനസ്സുകൾ, അല്ലേ, അതാണെന്ത് പൊതുമേഖലാ സംരംഭങ്ങളായിട്ട് പറയുന്നത്. ഇനി വൈഡാക്കി പറഞ്ഞാൽ എങ്ങനെയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും വരുന്ന ബിസിനസ്സുകളാണ് പൊതുമേഖലാ സംരംഭങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ സ്വകാര്യ മേഖല എങ്ങനെയായിരുന്നു, സ്വകാര്യ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെ കൈകളിലുള്ളത്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലുള്ളത്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ വരുന്നത്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയാനുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് ആകെ ചെറിയ ഭാഗം അവിടെ പറയുന്നുള്ളൂ. പക്ഷേ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമുക്കിവിടെ കുറച്ച് ഭാഗം ഇതിനകത്ത് പറയുള്ളൂ. നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ്, ജോയിൻ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ഏകാംഗ വ്യാപാരം അല്ലേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിനകത്ത് അവിടെ തന്നെ അത് പറഞ്ഞ് നിർത്തി ആവണം. ഇനി അങ്ങനെ ചോദിച്ചാൽ വൈഡായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പഴയതൊക്കെ എന്ത് ചെയ്യാൻ, പാർട്ണർഷിപ്പും ഏകാംഗ വ്യാപാരവും ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സും ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.
വലിയ മാർക്കം ചോദിക്കാൻ അതിനനുസരിച്ച് എന്ത് ചെയ്യുക കൂടുതലായിട്ട് എഴുതുക. അതായത് ചെറിയ മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ സ്വകാര്യ മേഖലാ സംരംഭങ്ങൾ എന്താണെന്ന് മാത്രം എഴുതി വെക്കുക കേട്ടോ. ഇനി നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വ്യവസായ മേഖലയുടെ വികസനം ഉറപ്പാക്കുന്നു അല്ലേ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ മേഖലയുടെ കൊണ്ട് ഉദ്ദേശിക്കും ബിസിനസ് അല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെ വ്യവസായ മേഖലകളുടെ വികസനം ഉറപ്പാക്കുക അല്ലേ. അതുപോലെ തന്നെ അനുബന്ധ വ്യവസായങ്ങൾ വളർത്തുക അല്ലേ. ഗവൺമെൻറ്റിൻ്റെ അനുബന്ധ വ്യവസായങ്ങളായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതുമായിട്ട് നിൽക്കുന്ന അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, അവരുടെ വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുമേഖലാപരമായി വ്യവസായങ്ങൾ സ്ഥാപിക്കുക അല്ലേ. അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കുത്തക സംരംഭങ്ങൾ വളരുന്നത് തടയുക അല്ലേ. അതായത് കുത്തകയായിട്ട് നിൽക്കുന്ന അല്ലെ, കുത്തക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, കുത്തകയായിട്ട് നിൽക്കും. കുത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടാവില്ല. അതിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അവർക്ക് മാത്രമേ അവകാശം ഉണ്ടാവുള്ളൂ അല്ലേ. അത്തരം ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക, രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ തോത് ഉയർത്തുക. അതൊക്കെയാണ് എന്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് അല്ലെ. സാമ്പത്തികമായിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, ഉയർച്ചയിലുണ്ടാവണം. അപ്പോഴാണ് കൂടുതലായിട്ട് രാജ്യത്ത് വികസനം സാധ്യമാവുള്ളൂ. പ്രൈവറ്റ് മേഖലയിൽ വികസനം ഉണ്ടായാലും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടായാലും രാജ്യത്ത് വികസനം ഉണ്ടാവും. പക്ഷേ ഒരു പരിധിവരെയൊക്കെ എന്ത് ചെയ്യും, അത് വികസനത്തിൻ്റെ ഭാഗത്തേക്ക് എത്തൂല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൂടുതൽ ക്യാഷ് വന്നാലും എന്തുണ്ടാവുള്ളൂ, നമ്മുടെ രാജ്യം വികസിക്കുള്ളൂ അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത്രയും ലക്ഷ്യങ്ങളാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ലക്ഷ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അല്ലേ പബ്ലിക് കോർപ്പറേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതിനകത്ത് കുറച്ച് സവിശേഷതകൾ നമുക്കവിടെ പറയാനുണ്ട്. ഒന്നാമത്തെ പറയുന്നത് എന്താണ്, സർക്കാർ ഉടമസ്ഥത എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. സർക്കാർ ഉടമസ്ഥതയാണെന്ത് പബ്ലിക് സെക്ടറിൻ്റെ ഒന്നാമത്തെ സവിശേഷത ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. എന്താണ് സർക്കാർ ഉടമസ്ഥത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉറപ്പല്ല, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തുണ്ട്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്നല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെ ഉടമസ്ഥതയ്ക്ക് കീഴിൽ ആയിരിക്കും രൂപം കൊള്ളുന്നത് അല്ലേ. അതായത് ഒന്നാമത് സർക്കാർ ഉടമസ്ഥത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സവിശേഷത എന്താണ്, സർക്കാർ നിയന്ത്രണം. എന്തുണ്ടാവും, സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടാവും അല്ലേ. ഭരണനിർവഹണം പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളെ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യും, അവിടെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഉറപ്പല്ലേ. അപ്പോൾ തന്നെ സർക്കാർ ധനം ഉറപ്പല്ലേ അല്ലേ. സംരംഭത്തിന് വേണ്ട മുഴുവൻ മൂലധനവും സർക്കാരുകൾ നൽകുന്നു. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, സർക്കാർ ക്യാഷ് കൊടുക്കുന്നു. അതായത് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയുള്ള മൂലധനം ആരാ ഇറക്കുന്നത്, ഗവൺമെൻറ്റാണ് ഇറക്കുന്നത്. അതും അതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ സാമൂഹിക ലക്ഷ്യമാണ് അല്ലേ. ലാഭമല്ല മറിച്ച് സാമൂഹിക സേവനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം അല്ലേ. അതായത് ആളുകൾക്ക് സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അതായത് നമ്മളെ റേഷൻ കടകളൊക്കെ ഉണ്ടല്ലോ, റേഷൻ കടകൾ അല്ലേ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാധനത്തിൽ നിന്ന് വില കുറവുണ്ടാവും അല്ലേ. അതെന്താണ്, കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന സബ്സിഡിയിലുള്ള രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് തരുന്നതാണ്. അല്ല അത് പ്രൈവറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതെന്താണ്, നമുക്ക് അവർ ലാഭമല്ല കൂടുതൽ പ്രതീക്ഷിക്കുക, നമുക്ക് സേവനം തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന ഫലത്തിനും പൊതുജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ആരോടാണ് ഉത്തരവാദിത്തം ഉള്ളത്, പൊതുജനങ്ങളോടാണ് ഉത്തരവാദിത്തം ഉള്ളത്. കാരണം എന്താ, പൊതുജനങ്ങളാണ് അല്ലെ, പൊതുജനങ്ങളുടേതാണത്. മന്ത്രിമാരുമായിട്ടോ അല്ലെങ്കിൽ ചില മന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രി ഡിപ്പാർട്ട്മെൻറ്റുമാരൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും അവിടേക്ക് അവരെ തിരഞ്ഞെടുക്കുന്ന ആരാ, ഈ പൊതുജനങ്ങളായ നമ്മളാണല്ലോ അല്ലേ. അപ്പോൾ ഈ പൊതുജനങ്ങളോടാണ് ഇവർ കൂടുതലായിട്ട് എന്തുള്ളത്, ആ ഉത്തരവാദിത്തം ഉള്ളത് എന്ത് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഉത്തരവാദിത്തം ആരോടാണ്, പൊതുജനങ്ങളോടാണ് എന്ത് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കാം. ചില ആൾക്കാർ നിങ്ങൾ ചൂടാവണം കണ്ടിട്ടുണ്ടോ, ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചൂടാവണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും പാടില്ല. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തക്കതായ കാരണങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് തിരിച്ചു പറയാം. ഒന്നുകിൽ അവരോട് തിരിച്ച് കാര്യങ്ങൾ പറയാം, നല്ല രീതിയിൽ പറയണം കേട്ടോ, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാം. കയർത്ത് അടിക്കാനും അതിനൊന്നും പോവില്ല, നല്ല രീതിയിൽ എന്ത് ചെയ്യുക കാര്യങ്ങൾ പറയാം.
അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായ ചാനലുണ്ട്, അവരെ ഡിമോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രോപ്പറായ ത്രൂ ചാനലുകളുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കെതിരെ കംപ്ലയിൻറ്റുകൾ കൊടുക്കാം. ഇഷ്ടം പോലെ ചാൻസുകൾ, ഇഷ്ടം പോലെ വഴികളുണ്ട്. അവർക്ക് നല്ല ഇട്ടിൻ്റെ പണി കൊടുക്കാനുള്ള വഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കെതിരെ ഒച്ചപ്പാടോ വാളോ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാനും അറിയാനൊക്കെ എന്തുണ്ട്, ഇഷ്ടംപോലെ വഴികളുണ്ട്. അത് അവർ നമ്മൾക്ക് ചെയ്തു തരേണ്ട ഡ്യൂട്ടിയാണ്. അവിടെ നമ്മളോട് ചൂടാവാനൊന്നും അവർ നിൽക്കാൻ പാടില്ല. കാരണം എന്താ, ഉത്തരവാദിത്തം നമ്മളോടാണ്. ഇപ്പോൾ ചില സ്ഥാപനം, ചില ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നിങ്ങൾ പോകുന്ന സമയത്ത് ചൂടാവുകയൊക്കെ ചെയ്യും ചില ആൾക്കാർ. അതിലൊന്നും അവർ പാടില്ല ശരിക്ക്. പക്ഷെ നമുക്ക് തിരിച്ച് ചൂടാവേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർ ത്രൂ ചാനലിലൂടെ പോയാൽ അവർക്ക് അതിൻ്റെ പണി ആര് കൊടുത്തോളും, ഗവൺമെൻറ് കൊടുത്തോളും. അത് പക്ഷേ അതിനുള്ള തക്കതായ തെളിവും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. വെറുതെ പോയി പറയാനൊന്നും പറ്റില്ല. അതിലാവട്ടെ, അപ്പോൾ ഉത്തരവാദിത്തം ആരോടാണ് മനസ്സിലാക്കി വെക്കുക, പൊതുജനങ്ങളോടാണ്. എന്ത് ചെയ്യുക, ഏതൊരു ഗവൺമെൻറ് സ്ഥാപനത്തിനാണെങ്കിലും പൊതുജനങ്ങളോടാണ് എന്തുള്ളത്, ഉത്തരവാദിത്തം ഉള്ളത്. എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത പറഞ്ഞു വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംഘടനാ രൂപങ്ങളാണ്. അപ്പോൾ പല തരത്തിൽ എന്തുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതായത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ പല രീതിയിലുണ്ട് കേട്ടോ. പല രീതിയിൽ എന്തുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3 വ്യത്യസ്ത രൂപങ്ങളിലാണ് സംഘടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിലാണ് പ്രധാനമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളത്. എന്ത് ചെയ്യും, മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് പറയാം, അല്ലെങ്കിൽ വകുപ്പ് സംരംഭങ്ങൾ എന്ന് പറയാം. രണ്ടാമത് ഭാഗം പബ്ലിക് കോർപ്പറേഷൻസ്, പൊതു കോർപ്പറേഷൻസുകൾ എന്ന് പറയാം. നെക്സ്റ്റ് ഗവൺമെൻറ് കമ്പനീസ്, അല്ലെങ്കിൽ സർക്കാർ കമ്പനികളെന്നും പറയാം. അപ്പോൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വകുപ്പ് സംരംഭങ്ങൾ, രണ്ടാമത്തത് പൊതു കോർപ്പറേഷൻസുകൾ, മൂന്നാമത്തത് സർക്കാർ കമ്പനികൾ കേട്ടോ. അതിൽ ഒന്നാമത്തെ നമ്മളിവിടെ എടുത്ത് പറയുകയാണ്. ഒന്നാമത്തെ എന്താണ്, വകുപ്പ് സംരംഭങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ പറയാം കേട്ടോ. വകുപ്പ് സംരംഭങ്ങൾ എന്താ, വകുപ്പ് സംരംഭങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്താണ് ഞാൻ നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി രൂപം കൊള്ളുന്നവയാണ് വകുപ്പ് സംരംഭങ്ങൾ കേട്ടോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ അവർ സമ്പത്ത് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അതിൻ്റെ നയങ്ങൾ നടപടികളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ചില സ്ഥാപനങ്ങളാണ് എന്ത്, വകുപ്പ് സംരംഭങ്ങളായിട്ട് പറയുന്നത്. നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി രൂപം കൊള്ളുന്നവയാണ് വകുപ്പ് സംരംഭങ്ങൾ. എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ അവർ സമ്പത്ത് ഉണ്ടാക്കണം, കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ സമ്പത്ത് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോട് കൂടി ചെയ്യുന്ന ചില നയങ്ങളും ചില സംഗതികളെ കൊണ്ടുവരില്ലേ. ഇപ്പോൾ എന്ത് കൊണ്ടുവരാറുണ്ട്, ചില സ്ഥാപനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് നയങ്ങളും നടപടികളൊക്കെ എടുക്കാറുണ്ട് അല്ലേ. അതാണ് ഈ രീതിയിലൂടെ വരുന്നത്. അത് വകുപ്പ് മന്ത്രിമാരുടെ നിയന്ത്രണത്തിൽ കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, റേഡിയോ, ദൂരദർശൻ, റെയിൽവേ, ഇതൊക്കെ അതിനെന്തുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. റെയിൽവേ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ KSRTC ഒരു പരിധിയിൽ നമുക്ക് എന്താണ് ഈ വകുപ്പ് സംരംഭങ്ങളിൽ പെടുത്താൻ പറ്റും. KSRTC, അതായത് KSRTC ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, മറ്റേ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ, നമ്മൾ ഗവൺമെൻറ്റിന്, നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റിലൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്ത്, വകുപ്പ് സംരംഭങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ വകുപ്പ് സംരംഭങ്ങളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലായതിനാൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളും നയങ്ങളും വേഗത്തിൽ നടപ്പിലാക്കാനാകും അല്ലേ. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അത് എന്താണ്, സർക്കാർ സ്ഥാപനമായതുകൊണ്ട്. പക്ഷേ പറയുന്നത് ഓഡിറ്റിങ്ങും നിയമസഭയുടെ പാർലമെൻറ്റിൻ്റെയും മേൽനോട്ടവും ഉള്ളതിനാൽ പ്രവർത്തനം കാര്യക്ഷമമാകില്ല. അപ്പോൾ നമ്മൾ KSRTCൻ്റെ കാര്യമൊക്കെ ആലോചിച്ചാൽ മതി. പ്രവർത്തനം കാര്യക്ഷമമാണെന്നല്ല, പക്ഷേ എന്താണ്, മേൽനോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇത്തരം സ്ഥാപനങ്ങളുടെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് ഒരു മുതൽക്കൂട്ടാണ് അല്ലേ. അതായത് നമുക്കല്ല KSRTCയുടെ ഭാഗത്ത് നമുക്ക് ചില സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല. KSRTC ചില സമയത്ത് അധിക സമയത്ത് നമ്മൾ നഷ്ടത്തിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താണ് മെച്ചത്തിലാണ്, ചില സംസ്ഥാനങ്ങളിലൊക്കെ. ഏതായാലാവട്ടെ, അത്തരം പരിപാടികൾ ഗവൺമെൻറ്റിന് എന്താണ് ഒരു മുതൽക്കൂട്ടാണ്, ഗവൺമെൻറ്റിന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് അല്ലേ. നല്ല രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ഫുള്ള് നമ്മുടെ കേരളത്തിൽ മുഴുവനായിട്ട് KSRTC ആക്കി കഴിഞ്ഞാൽ
നല്ല മെച്ചമാണ്. ഗവൺമെൻറ് നല്ല മെച്ചമാണ്. ചില സംസ്ഥാനങ്ങൾ കൂടുതലായിട്ടില്ല പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നതിനേക്കാളും കൂടുതലായിട്ടും KSRTC ഓടുന്ന, അല്ലെങ്കിൽ KSRTC എന്നല്ല, നമ്മളെ അവിടുത്തെ സംസ്ഥാന ബസ്സുകൾ ഓടുന്ന, അല്ലെ, സംസ്ഥാന വകുപ്പിൻ്റെ ബസ്സുകൾ ഓടുന്ന ഇഷ്ടംപോലെ സംസ്ഥാന ബസ്സുകളുണ്ട്, അല്ലേ. അപ്പോൾ അവിടെ പ്രൈവറ്റിനേക്കാളും കൂടുതൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളാണ് കൂടുതലായിട്ടും. അപ്പോൾ തമിഴ്നാടാവും, കർണാടകയിലങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും. കൂടുതലായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളുണ്ടാവും. അതൊക്കെ ലാഭത്തിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ്. ഏതെല്ലാവട്ടെ. നെക്സ്റ്റ് പറയാണ്, മന്ത്രിമാരെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇടപെടൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വഴിതെളിയിക്കുന്നു. അപ്പോൾ മന്ത്രിമാരും ഒന്നിങ്ങനെ നോക്കി നടത്തല്ല ചെയ്യുക. മന്ത്രിമാർ അവരെ കീഴിലാണ് സ്ഥാപനം ഉണ്ടാവുക. പക്ഷേ അത് നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളായിരിക്കും. അപ്പോൾ നമുക്കറിയില്ല, ഈ ഗവൺമെൻറ്റിലേക്ക് വരുന്ന ഇപ്പോൾ PSC ഒക്കെ പഠിച്ച്, അല്ലെ, നല്ല അതിൻ്റേതായ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ PSC പഠിച്ച് എന്ത് ചെയ്യും, കയറി വരും, അല്ലേ. അത്തരം ആളുകളാണ് എന്ത് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ മെച്ചങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി വകുപ്പ് സംരംഭങ്ങളുടെ ദോഷങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങളായി വരുന്നത്, അല്ലേ. അതായത് ഒന്നാമത്തെ ഭാഗം പറയുന്നത് അമിതമായ രാഷ്ട്രീയ ഇടപെടൽ സംരംഭത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമാണെന്നുള്ള ഭാഗം പറയുന്നുണ്ട്, അല്ലേ. രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ ചുവപ്പ് നാട നയം അവയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. ചുവപ്പ് നാട നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയലുകൾ കെട്ടിക്കിടക്കൂലേ, അതിന് പറയുന്ന പേരാണെന്ത്, ചുവപ്പ് നാട നയം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫയൽ ഒരു നൂലുണ്ടാവും, ഒരു നൂലെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അത്യാവശ്യം കുറച്ച് വീതിയുള്ള ഒരു നൂലായിരിക്കും. അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കെട്ടി വെക്കലാണ് ഫയലുകൾ, അല്ലേ. നമുക്ക് കൊടുത്ത നിവേദനങ്ങളായാലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ അതിനോട് കെട്ടി വെക്കാറാണുള്ളത്. അതിന് പറയുന്ന പേരാണ് ചുവപ്പ് നാട. അതൊരു ചുവന്ന കളറായിരിക്കും, ഒരു ചുവപ്പ് കളറായിരിക്കും, അധികമുള്ള ചുവപ്പ് കളറായിരിക്കും. അങ്ങനെ കെട്ടിക്കിടന്ന് കൂടുതലായിട്ട് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, അത് തീരുമാനങ്ങളും ആവാതെ കിടക്കും. അങ്ങനെ ഉണ്ടായി വന്നൊരു പേരാണ് ചുവപ്പ് നാട നയം. അതായത് കുറേ കാലം എന്ത് ചെയ്യുക, തീരുമാനമാവാതെ കിടക്കുക ഫയലുകളും കാര്യങ്ങളൊക്കെ. അത് കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവയ്ക്ക് സാമൂഹിക ലക്ഷ്യങ്ങളെക്കാൾ ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ. ചിലപ്പോൾ എന്ത് വരുന്നേക്കാം, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. എന്നുവെച്ചാൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വ്യത്യസ്തമായ നയങ്ങൾ രൂപീകരിക്കുകയും അത് ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും, അല്ലേ. അതായത് ഗവൺമെൻറ് മാറുന്ന സമയത്ത് ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നയങ്ങളും തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാവും, അല്ലേ. അതായത് ഗവൺമെൻറ് മാറുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരെ മാറ്റും, അല്ലെ. അന്നേരത്ത് അവിടെ അയാളെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും, നടപ്പിലാക്കും. പിന്നെ അടുത്ത ഗവൺമെൻറ് വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ആളെ വെക്കും, എന്നിട്ട് അയാൾ വേറെ നയങ്ങളും തീരുമാനങ്ങളും വെക്കും. അങ്ങനെ എന്താ ഈ ഒരു മാറ്റങ്ങൾ ബിസിനസ്സിന് എന്ത് ചെയ്യും, നന്നായിട്ട് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് കോർപ്പറേഷൻസുകളാണ് കേട്ടോ. പൊതു കോർപ്പറേഷൻസുകൾ, അല്ലെങ്കിൽ നിയമാധിഷ്ഠിത കോർപ്പറേഷൻസുകളൊന്നുമില്ല, പബ്ലിക് കോർപ്പറേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അത് നോക്കാതെ എന്താ നമുക്ക് നോക്കുമ്പോൾ വകുപ്പ് തല സംരംഭങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലേ. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിമാരുടെ കീഴിലുള്ള, ഇപ്പോൾ KSRTC, റെയിൽവേ ഒക്കെ എന്ത് ആലോചിച്ചാൽ റെയിൽവേ മന്ത്രി ഇല്ലേ, റെയിൽവേ മന്ത്രി ഉണ്ട്, അല്ലേ. KSRTC ഉണ്ട്, അല്ലേ. നമ്മളെ കേരള ട്രാൻസ്പോർട്ടേഷൻ മന്ത്രി ഉണ്ട്, അല്ലെ. അങ്ങനെ മന്ത്രിമാരുടെ കീഴിൽ ഗതാഗത മന്ത്രിമാരുണ്ടാവില്ലേ, നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ, അവരുടെ കീഴിലൊക്കെ വരുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ കേരളത്തിലാണ് KSRTC ആലോചിച്ചാൽ മതി കേട്ടോ. നോക്കാം നമുക്ക്. വകുപ്പ് സംരംഭങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് രൂപം നൽകിയവയാണ് പൊതു കോർപ്പറേഷൻസുകൾ കേട്ടോ. അത് വകുപ്പ് സംരംഭങ്ങൾക്ക് പോരായ്മ രൂപീകരിക്കുന്ന രീതിയിൽ ഉണ്ടായി വന്നിട്ടുള്ള സ്ഥാപനമാണ് എന്ത്, പൊതു കോർപ്പറേഷൻസുകൾ. അതെന്താ നമുക്ക് നോക്കാം. പാർലമെൻറ്റിലോ നിയമസഭയിലോ പാസ്സാക്കപ്പെട്ട നിയമം മൂലം നിലവിൽ വന്ന സ്വതന്ത്ര കമ്പനികളാണ് ഇവ. അപ്പോൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ കേട്ടോ, ഇവ രണ്ടോടത്തും പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സ്ഥാപനങ്ങളാണ് പൊതു കോർപ്പറേഷൻസുകളായിട്ട് പറയുന്നത്. ധനപരമായും ഭരണപരമായും അതിന് സ്വയം ഭരണാധികാരമുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്താണ്, സ്വയം ഭരണാധികാരമാണ് ഉള്ളത്. മറ്റുള്ളവർ, അതായത് മന്ത്രിമാർ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോയിട്ടോ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനം ചെലുത്താനൊന്നും പറ്റൂല. അത്തരം സ്ഥാപനങ്ങളല്ല ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത് എന്തുണ്ടാകും, മന്ത്രിമാർക്കും മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, അവിടെ സ്വാധീനം ചെലുത്താൻ പറ്റും. കാരണം ഒരു മന്ത്രി തല അല്ലെങ്കിൽ ഒരു വകുപ്പ് മന്ത്രിയുടെ കീഴിലുണ്ടാവുക, അല്ലേ. അവിടേക്ക് അവരെന്ത് ചെയ്യും, അവിടേക്ക് അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ആൾക്കാരെ മാറ്റാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ അത് പറ്റൂല. അത്തരം സ്ഥാപനങ്ങളാണ് പൊതു കോർപ്പറേഷൻസുകൾ. അതിന് ഉദാഹരണമാണെന്ത്, RBI, LIC ഒക്കെ വരുന്നുണ്ട്. RBI, LIC ഒക്കെ ഉദാഹരണങ്ങളാണ്. RBI എന്താ നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അല്ലേ. ഇത്തരം സ്ഥാപനങ്ങൾ എന്താണ്, അതിൻ്റേതായ ചില ബ്യൂറോ ആളുകളുണ്ടാവും, അവരെന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. RBIൻ്റെ തലവന്മാരുണ്ടാവും, അല്ലേ.
അതുപോലെ തന്നെ LIC അതിൻ്റെ ചെയർപേഴ്സൺ ഉണ്ടാവും. അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അത്രയും ഭാഗമാണ് ഈ പൊതു കോർപ്പറേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പൊതു കോർപ്പറേഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നതാണ്. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാ നമുക്കറിയില്ല, ശക്തികാന്ത ദാസ് ആണല്ലേ. ശക്തികാന്ത ദാസ് ആയിരുന്നു. ഇതിന് മുമ്പ് ഊർജിത് പട്ടേലായിരുന്നു അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് കണ്ടുപിടിച്ചു. അത് ഇതിന് മന്ത്രിയൊന്നുമല്ല, അതെന്താണ് RBI ഗവർണർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ ഗവർണറായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നിയമാധിഷ്ഠിത കോർപ്പറേഷനുകളുടെ പ്രത്യേകതകൾ, അതായത് പൊതു കോർപ്പറേഷൻസിൻ്റെ പ്രത്യേകതകളായത് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമ്മൾ നോക്കാം. നമുക്ക് ഒന്നാമത്തെ എന്താണ് വരുന്നത് അല്ലേ, പാർലമെൻറ്റിലോ നിയമസഭയിലോ പാസ്സാക്കുന്ന പ്രത്യേക നിയമം മുഖേന നിലവിൽ വരുന്നു അല്ലേ. ചില നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പാർലമെൻറ്റിലോ നിയമസഭയിലൊക്കെ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ വരുന്നത്. അപ്പോൾ തന്നെ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ് അല്ലേ. ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ്, പക്ഷേ ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ എന്തുണ്ട്, അധികാരമുണ്ട് എന്നുള്ളതാണ് അല്ലേ. RBI ഏതെങ്കിലും മന്ത്രിമാർക്കൊന്നും പോയിട്ട് എന്ത് ചെയ്യാനില്ല, മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റൂല. അപ്പോൾ തന്നെ നിയമപരമായി ഇതിന് സ്വതന്ത്ര അസ്തിത്വമുണ്ടല്ല. നിയമപരമായിട്ട് എന്തുണ്ട് അല്ലേ, അവർക്ക് സ്വന്തമായിട്ടുള്ള ചില അസ്തിത്വങ്ങളുണ്ട്, മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അവർക്ക് മാത്രം, അവിടുത്തെ ബ്യൂറോക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടർ ബോർഡ് ഭരണം നടത്തുന്നല്ലേ. അപ്പോൾ ഇവിടേക്ക് മന്ത്രിമാരല്ല ഉണ്ടാവുക, ഡയറക്ടർ ബോർഡന്മാരാണ് ഉണ്ടാവുക. ആ ഡയറക്ടർ ബോർഡ് ആരെ തീരുമാനിക്കും, മന്ത്രിമാരാണ് തീരുമാനിക്കുക. അപ്പോൾ നിശ്ചിത കാലാവധി കഴിയുന്ന സമയത്ത് അതിൻ്റേതായ ഡയറക്ടർ ബോർഡന്മാർ ആര് നിയമിക്കും, ഗവൺമെൻറ്റാണ് നിയമിക്കാറ് ഉള്ളത്. എന്തെയൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഗുണങ്ങളാണ്, പൊതു കോർപ്പറേഷൻസുകളുടെ ഗുണങ്ങളാണ്. ഇതിൽ ഒന്നാമത് പറയുകയാണെന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൂടാതെ സ്വന്തം കാര്യങ്ങൾ നടത്താനുള്ള സ്വയംഭരണാധികാരമുണ്ടല്ലേ. അപ്പോൾ ഗവൺമെൻറ് അതിൽ ഇടപെടാൻ പറ്റില്ല, അവർക്ക് എന്തുണ്ട്, സ്വയംഭരണാധികാരമുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെയും നല്ല വശങ്ങൾപ്പെട്ടതാണ് ഇതിലെ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം പെട്ടതാണ് ഇത് ഈ പൊതു കോർപ്പറേഷൻസുകളായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ സാമ്പത്തികമായി സ്വയംഭരണാധികാരം ഇവയ്ക്കുണ്ട്. സാമ്പത്തികമായിട്ട് സാമ്പത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ തന്നെ സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ ശരിയായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നില്ല. അതായത് അവർ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കീഴൊന്നുമല്ലല്ലോ. അപ്പോൾ മന്ത്രിമാരുടെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ട, തീരുമാനങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് തന്നെ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. കാരണം അതൊരു സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്ഥാപനമാണ്. പക്ഷേ എന്താണ്, നല്ല പൂർണ്ണ അധികാരമുള്ള ഗവൺമെൻറ്. അപ്പോൾ RBI നമുക്ക് എടുക്കാം. RBI നോട്ട് മാറ്റാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ട് മാറ്റാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ 20 രൂപയുടെ നോട്ട് മാറ്റാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പുതിയ നോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് പഴയ നോട്ടുകളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വല്ല പിൻവലിക്കാം അല്ലേ. അപ്പോൾ കുറച്ച് മുമ്പ് നടന്ന ഓർമ്മയുണ്ട്, 2016 നവംബർ 8 തോന്നുന്നുണ്ടല്ലേ, നമ്മൾ എന്താണെന്നത് നോട്ട് ഡിമോണിറ്ററൈസേഷൻ നടന്ന നോട്ട് നിരോധനം. അത് പെട്ടെന്നായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനൊരിക്കലും പാടില്ല. ഇത് ബുദ്ധിമുട്ടാണ്, ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊരു നയത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. കാരണം കള്ളപ്പണം പിടിക്കണം എന്ന രീതിയിൽ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ പിടിക്കപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അതിനേക്കാളും വലിയ ആളുകളാണ്, അതിനേക്കാളും വലിയ കാര്യങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനേക്കാളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും. ഏതാവട്ടെ അങ്ങനെ നോട്ടുകൾ മാറ്റുന്നത് ക്രെഡിറ്റ് പോളിസി, CRR, SLR എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിക്കുന്ന ആരാണ്, RBI. അവർ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിലാവട്ടെ അടുത്ത പോയിന്റ് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. RBIയും അതുപോലെ തന്നെ LIC ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മാറ്റങ്ങൾ, നമ്മൾ രാജ്യത്തെ സാമ്പത്തികമായിട്ട് മെച്ചത്തിലാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, ഈ ഗവൺമെൻറ്. ഇത്തരം പൊതു കോർപ്പറേഷൻസുകളാണ്. അപ്പോൾ LIC ആയാലും RBI ആയാലും അവരൊക്കെയാണത് ആക്കം കൂട്ടുന്നത് എന്നുള്ളത് എന്തെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു നോക്കുന്നത് അതിൻ്റെ പോരായ്മകളാണ്. പബ്ലിക് കോർപ്പറേഷൻസുകളുടെ പോരായ്മകളാണ് നോക്കുന്നത്. നമുക്ക് സ്വതന്ത്ര ഏജൻസി ആണെങ്കിലും ഇവ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണല്ലോ. അതായത് പൊതു കോർപ്പറേഷൻസ് ആണെങ്കിലും അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാമെങ്കിലും അവർക്ക് എന്തുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ട്. അപ്പോൾ RBIക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യാനൊന്നും പാടില്ല. അവർക്ക് എന്തുണ്ട്, ആ ഗവൺമെൻറ്റിൻ്റെ ഏകദേശ നിയന്ത്രണങ്ങളും കാര്യങ്ങൾക്ക് അവരും വിധേയമാണ്. അപ്പോൾ അതിന് സുപ്രധാന തീരുമാനങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയും ഭരണം
ദുഷ്കരമാവുകയും ചെയ്യും. അതായത് ചില കാര്യങ്ങളിൽ ആരിടപെടും? ചില പ്രധാന കാര്യങ്ങളിൽ പ്രധാനമന്ത്രിമാരോ ചിലപ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതിൻ്റെ ധനകാര്യമന്ത്രിമാരൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ പൊതു കോർപ്പറേഷനുകളുടെ രൂപീകരണവും നടത്തിപ്പും ഗവൺമെൻറ്റിന് ഭാരിച്ച ചിലവുണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. ചിലവുള്ള ഭാഗമാണ്. അത്യാവശ്യം ഉണ്ടാക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് പറഞ്ഞു വരുന്നത്. അപ്പോൾ തന്നെ ചുവപ്പ് നാട നയം പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ എന്ത് പറയുന്നുണ്ട്? ചുവപ്പ് നാട നയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ RBIയുടെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയുടെയൊക്കെ രീതിയിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ സമയം പിടിക്കുക ഒരു കേസായിരിക്കും. അതുപോലെ തന്നെ ലാഭചിന്തയില്ലായ്മയും മത്സരത്തിൻ്റെ അഭാവവും കാര്യക്ഷമത കെടുത്തുന്നില്ല. അതായത് ലാഭം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? സ്ഥാപനം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. അതായത് മത്സര ചിന്തയൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ലാഭം ഇല്ലല്ലോ, ലാഭത്തിൻ്റെ രീതിയിലല്ലല്ലോ അത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ മത്സര ചിന്തയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മയായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർക്കാർ കമ്പനികൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സർക്കാർ കമ്പനി അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് കമ്പനീസ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് കമ്പനി നിയമപ്രകാരം രൂപീകരിക്കപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സർക്കാർ കമ്പനികൾ. അപ്പോൾ നമുക്ക് കമ്പനി നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ? കമ്പനി നിയമം നമ്മളെങ്ങനെ പറയാം? കമ്പനി എന്നുള്ള നമ്മളെങ്ങനെയാണ് പറയാറുള്ളത്? ഒന്നെങ്കിൽ 1956 ആദ്യം നമുക്ക് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്, അതേതാ 2013 അത് പറയണം 2013 കമ്പനി നിയമപ്രകാരമോ 1956 കമ്പനി നിയമപ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനി നിയമപ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ട് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ കമ്പനികളായിട്ട് പറയുന്നത്. എന്നാൽ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുന്ന പൊതുമേഖലാ കമ്പനികളാണെന്ത്? സർക്കാർ കമ്പനികളായിട്ട് പറയുന്നത്. കമ്പനിയുടെ ഓഹരി മൂലധനത്തിൻ്റെ 51% കുറയാത്ത ഓഹരി ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കൈവശമായിരിക്കും. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കയ്യിലായിരിക്കും. അതായത് കൂടുതൽ പോർഷനും ഷെയർ ആരായിരിക്കും? ഗവൺമെൻറ്റുകളുടെ കൈകളിലായിരിക്കും. ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കമ്പനിക്ക് നിയമപരമായ അസ്തിത്വമുണ്ടല്ലേ? കമ്പനിക്ക് നിയമപരമല്ല, അല്ലെങ്കിൽ പൊതുവെ കമ്പനികൾക്ക് എന്തുണ്ട്? നിയമപരമായ അസ്തിത്വം ഉണ്ടാകും. കാരണം അവരെന്ത് ചെയ്യണം? കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? നിയമപരമായിട്ടുള്ളൊരു അസ്തിത്വം ഏതായാലും എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ കമ്പനികൾക്കാണെങ്കിൽ അത് കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. അതൊക്കെയാണ് പ്രത്യേകതകളുള്ളത്. 1956 കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. 1986 മാത്രമല്ല, ഏതുണ്ട്? 2013 ഉണ്ട് 2013 ഉണ്ട്. 2013 നിയമപ്രകാരമായിട്ട് എന്തുണ്ട്? രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്ത്? സർക്കാർ കമ്പനികൾ. മറ്റൊരു പ്രത്യേകത എന്താണ്? ഓഹരിയുടെ 51% ഗവൺമെൻറ്റിൻ്റെ കൈവശമായിരിക്കും, ബാക്കി സ്വകാര്യ നിക്ഷേപകരുടെ കൈവശം ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 51% നമ്മൾ പറഞ്ഞല്ലോ. ആ ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റും കൂടി അവിടെ മനസ്സിലാക്കി വെക്കാം. പക്ഷേ നിയമപരമായി അതിന് വ്യത്യസ്ത അസ്തിത്വമുണ്ട് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്വന്തമായി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? നമുക്കറിയാം. ഇവിടെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചില ചാർട്ടറുകളായിട്ട് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനികളുടെ പ്രധാനപ്പെട്ട രേഖകളിലുള്ള കാര്യങ്ങളാണെന്ത്? ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അതുപോലെ തന്നെ പ്രോസ്പെക്ടസും ഉണ്ട്. ഇതൊക്കെ കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖകളാണ്. പബ്ലിക് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ കമ്പനികളാണെന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധമാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ചാപ്റ്റർ പ്രകാരം അതുണ്ട്. കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കേട്ടോ. ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള ഭാഗം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഓഹരി അനുപാതം അനുസരിച്ച് ഗവൺമെൻറ്റും സ്വകാര്യ കക്ഷികളും ഡയറക്ടർമാരെ നിയമിക്കുന്നു അപ്പോൾ ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളുമാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ഡയറക്ടർ ബോർഡിനൊക്കെ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. എന്തൊക്കെയാണ് പ്രത്യേകത പറഞ്ഞത്? നിയമം അനുസരിച്ച് 2013 1956 കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. 51% കുറയാത്ത
ഷെയർ ആരുടെ കയ്യിലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. നിയമപരമായ ഇതിനും തന്നെ വ്യത്യസ്തമായ അസ്തിത്വമുണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്ടർമാരെ നിയമിക്കുന്നവരാണ് ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടേക്ക് വേണ്ട ഡയറക്ടർമാരെ തീരുമാനിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ സർക്കാർ കമ്പനികളുടെ ഗുണങ്ങൾ പറയുകയാണ്. ഓഹരി മൂലധനത്തിൽ പൊതുജന പങ്കാളിത്തം അനുവദിക്കുന്നു അല്ലേ. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്തുണ്ട്, ഓഹരികൾ വിൽക്കാനും വാങ്ങാനുള്ള അധികാരം ആർക്കുണ്ട്, പൊതു കോർപ്പറേഷൻസുകൾക്ക് ഉണ്ട്. അതായത് പബ്ലിക് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികൾക്ക് എന്തുണ്ട്, പൊതുജനങ്ങളിൽ നിന്ന് എന്ത് വാങ്ങാം, ഷെയറും ഡിബഞ്ചറൊക്കെ വാങ്ങാം. എന്നാൽ പ്രൈവറ്റ് കമ്പനികൾക്ക് എന്തില്ല, അത് വാങ്ങാനുള്ള അധികാരം ഇല്ല. മറ്റൊന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിയമപരമായ അസ്തിത്വമുണ്ടല്ലേ. സർക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിയമപരമായ അസ്തിത്വമുള്ള ഒരു സ്ഥാപനമാണത്. അപ്പോൾ സർക്കാർ നിയന്ത്രണത്തിന് കൂടുതൽ സർക്കാർ നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്നത് ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കാലതാമസം നേരിടുന്നില്ല. അതിപ്പോൾ എല്ലാത്തിനും പറയുന്നുണ്ട് അല്ലെ. തീരുമാനം എടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മറ്റൊന്ന് പറയുന്നത് മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രൂപീകരണവുമായി താരതമ്യം ചെയ്താൽ സർക്കാർ കമ്പനിയുടെ രൂപീകരണം താരതമ്യേന എളുപ്പമാണെന്നുള്ള ഭാഗം പറഞ്ഞത്. അപ്പോൾ രൂപീകരിക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനം പോലെ ലാഭം ലക്ഷ്യമായി പ്രവർത്തിക്കുന്നതിനാൽ വിപണിയിൽ സ്ഥാനം നേടാൻ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനികളുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനി അല്ലെങ്കിൽ സർക്കാർ കമ്പനികളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ലാഭം തന്നെയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെ പോലെയല്ല, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സുകളെ പോലെയല്ല, പബ്ലിക് കോർപ്പറേഷൻസിനെ പോലെയല്ല എന്ത് ഗവൺമെൻറ് കമ്പനീസ്. ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. മറ്റൊന്നും എന്തില്ല, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല. എന്തിനാണ്, ഒന്നാമത്തെ ഇല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് എന്തിനായിരുന്നു, സർവീസിനായിരുന്നു പ്രധാനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോർപ്പറേഷൻസുകൾ സർവീസിനും തന്നെ, പബ്ലിക് കോർപ്പറേഷൻസ് എന്തിനും കൂടിയാണ്, സർവീസിന് തന്നെയാണ് പ്രധാനം കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ശേഷം നമ്മൾ നോക്കുന്നത് അടുത്തൊരു സ്ലൈഡ് നോക്കാം നമുക്ക്. ഗവൺമെൻറ് കമ്പനികളുടെ ദോഷങ്ങളാണ് നോക്കുന്നത്. ഡയറക്ടർ നിയമനം നടത്തുന്നത് സർക്കാർ നേരിട്ടായതിനാൽ രാഷ്ട്രീയ ഇടപെടലിന് സാധ്യത ഇല്ല. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമാണ് അല്ലേ. അതായത് കമ്പനി നിയമപ്രകാരമാണല്ലോ, അപ്പോൾ അവിടെ ചിലപ്പോൾ എന്തുണ്ടാവും, സർക്കാർ നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ധനപരമായ കാര്യങ്ങളിൽ സർക്കാരിന് ഫലപ്രദമായി നിയന്ത്രിക്കാനാവില്ല അല്ലേ. അപ്പോൾ സർക്കാരിന് എന്ത് പറ്റില്ല, ധനപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വഹിക്കാൻ പറ്റില്ല. കാരണം പ്രൈവറ്റ് ആളുകളും കൂടി ഉണ്ട്. അപ്പോൾ അത് ലാഭവീതം ലഭിക്കാത്തതിനാൽ ഡയറക്ടർമാർക്കും ജീവനക്കാർക്കും കമ്പനിയുടെ വളർച്ചയിൽ താല്പര്യം കുറയും അല്ലേ. അപ്പോൾ ലാഭവീതം ഉണ്ടാവില്ല. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാഭത്തിൽ നിന്നൊരു പങ്ക് ചില സമയത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെയുണ്ട്. നല്ല ലാഭം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജർമാർക്ക് എന്തുണ്ടാവും, ലാഭത്തിൽ നിന്നൊരു വീതം കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഇത് ഏതിൽ കിട്ടൂല, ഗവൺമെൻറ് കമ്പനികളിൽ നിന്ന് കിട്ടൂല. അപ്പോൾ അവിടെ ശമ്പളം കിട്ടും, അല്ലാതെ ശമ്പളത്തിന് പുറമേ ആയിട്ടുള്ള അധിക വർക്കുകളൊന്നും ആരും ചെയ്യില്ല. ഇത്തരം സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരും ജീവനക്കാരും ചെയ്യില്ല എന്നുള്ള എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ ദീർഘകാല പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് തടസ്സമാകും അല്ലേ. അതായത് എന്തുണ്ടാവും, വലിയ രീതിയിലുള്ള അതിൽ കൂടുതൽ വലിയ കാലത്തേക്കുള്ള അല്ലേ ലോങ് ടേം പ്ലാനുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എന്തുണ്ടാവും, കൂടുതലായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ വരും. അപ്പോൾ ഡയറക്ടർ ബോർഡിനെ അടക്കം മാറ്റും അല്ലേ. അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പ്ലാനുകളൊന്നും സാധ്യമാവില്ല ഇത്തരം സ്ഥാപനങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. ഇനി അത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് വകുപ്പ് സംരംഭങ്ങളും പൊതു കോർപ്പറേഷൻസുകളും സർക്കാർ കമ്പനികളും ഇത് മൂന്നും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നോക്കുന്നത്. ഒന്നാമത് പറഞ്ഞ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് സംരംഭങ്ങൾ രൂപീകരിക്കുന്നത് മന്ത്രിസഭ തീരുമാനമാണ് അല്ലേ. എന്നാൽ പൊതു കോർപ്പറേഷൻസിന് പാർലമെൻറ്റിലോ നിയമസഭയിലോ പാസ്സാക്കുന്ന നിയമം മൂലമാണ് രൂപീകരിക്കുന്നത്. സർക്കാർ കമ്പനികളാണെങ്കിൽ 1956 കമ്പനി നിയമപ്രകാരം, 1956 മാത്രമാണോ, അല്ല 2013 ഉണ്ടല്ലേ, 2013 കമ്പനി നിയമപ്രകാരമോ രൂപീകരിക്കുന്നു. അടുത്ത പറയുന്നത് ഭരണനിർവഹണം. എങ്ങനെയാണ് ഭരണം നിർവഹിക്കുന്നത്, ഗവൺമെൻറ് ഓഫീസർമാർ ഭരണം നിർവഹിക്കുന്നു വകുപ്പ് സംരംഭങ്ങൾ. എന്നാൽ പൊതു കോർപ്പറേഷനിലെ ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. അതായത് പൊതു കോർപ്പറേഷൻസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. സർക്കാർ കമ്പനികൾ നിയന്ത്രിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ജീവനക്കാരായിരിക്കും, സർക്കാർ ജീവനക്കാരായിരിക്കും ഇവിടെ വകുപ്പ് സംരംഭങ്ങൾ. ഇപ്പോൾ നമ്മൾ KSRTCയിൽ റെയിൽവേയിലൊക്കെ എന്താണ് സർക്കാർ ജീവനക്കാരല്ലേ. പൊതു കോർപ്പറേഷൻസിൽ ആരാ, സർക്കാർ ജീവനക്കാർ ആവില്ല. ഇവിടെ എന്താവില്ല,
അതായത് സർക്കാർ കമ്പനികളിലും സർക്കാർ ജീവനക്കാരായിക്കൊള്ളണമെന്ന് ഇല്ല. നെക്സ്റ്റ് പറഞ്ഞു ഭരണാനുമതി എവിടെ നിന്നാണ് കിട്ടുന്നല്ലേ അല്ലേ? ഏത് രീതിയാണ്? സ്വതന്ത്ര ഭരണമുണ്ട് അല്ലേ? സ്വതന്ത്ര ഭരണം സാധ്യമാണ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായ സ്വതന്ത്ര ഭരണം. അപ്പോൾ സ്വതന്ത്ര ഭരണമാണ് വകുപ്പ് സംരംഭങ്ങൾക്ക്. പൊതു കോർപ്പറേഷൻസുകൾക്ക് ഇങ്ങനെ സ്വതന്ത്ര ഭരണം സാധ്യമുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള സ്വതന്ത്ര ഭരണമാണ് ആർക്കുള്ളത്? സർക്കാർ കമ്പനികൾക്കുള്ളത്. എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് അല്ലേ അയവ്, എത്രത്തോളം അയവുണ്ട് എന്നുള്ളത്, സുഖമായിട്ട് വർക്ക് ചെയ്യാനുള്ളത് എത്രത്തോളം ഉണ്ടല്ലേ. വകുപ്പ് സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ച് അയവൊന്നും ഉണ്ടാവില്ല. എന്നാൽ പൊതു കോർപ്പറേഷൻസ് അയവ് കുറവാണ്. ഇവിടെ എന്താണ് അയവുണ്ട് എന്നുള്ളത്. അതായത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പറയുന്നത്. നെക്സ്റ്റ് ഫിനാൻസിങ്, എവിടെ നിന്നൊക്കെ ക്യാഷ് കിട്ടുക എന്നുള്ളത് അല്ലേ. വകുപ്പ് സംരംഭങ്ങൾക്ക് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുക? ബഡ്ജറ്റിൽ നിന്ന് നികത്തുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു, ബഡ്ജറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ തന്നെ ഗവൺമെൻറ് വിതരണം ചെയ്യും. എന്ത്? പൊതു കോർപ്പറേഷൻസിനുള്ള ക്യാഷ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. എന്നാലും സ്വന്തമായിട്ടാണ് ആര് കണ്ടെത്തുന്നത്? സർക്കാർ കമ്പനികൾ അവർക്ക് വേണ്ട ക്യാഷ് കണ്ടെത്തുന്നത് കേട്ടോ. പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടും മറ്റു രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഷെയർ എടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ കൊടുത്തിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ട കാശ് കണ്ടെത്തുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ളത്. എന്ത് ചെയ്യുന്നു? ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല. അപ്പോൾ വകുപ്പ് സംരംഭങ്ങളെ കുറിച്ച് അറിയില്ല, പൊതു കോർപ്പറേഷൻസിനെ കുറിച്ച് അറിയില്ല, സർക്കാർ കമ്പനികളെ കുറിച്ച് അറിയില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ല ഓരോന്നും ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുക വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓരോന്നും അതേത് രീതിയിൽ ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ കാണാതെ പഠിച്ചു വെക്കുക. അടുത്ത സ്ലൈഡ് നോക്കാം നമുക്ക്. ആഗോള സംരംഭങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? സ്വകാര്യ സ്ഥാപനങ്ങൾ പറഞ്ഞു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുണ്ട്? 3 തരത്തിലുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഉണ്ട്, പൊതു കോർപ്പറേഷൻസുകളുണ്ട്, സർക്കാർ കമ്പനികളുണ്ട്. അപ്പോൾ അവിടെ 2 കഴിഞ്ഞു. പിന്നെ മൂന്നാമതാണ് ഏത്? ആഗോള സംരംഭങ്ങളായിട്ട് അല്ലേ. നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കാണ്ടല്ലോ നമുക്ക്. ഏതൊക്കെയാണ്? സ്വകാര്യ, പൊതു, ആഗോള സംരംഭങ്ങൾ അല്ലേ. അതിനകത്ത് ഇനി ആഗോള സംരംഭങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് നമുക്കറിയാം. മൾട്ടിനാഷണൽ കേട്ടാൽ തന്നെ മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ലേ. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യങ്ങൾ. കോർപ്പറേഷൻസ് പറയുന്ന ബിസിനസ് സ്ഥാപനം. അപ്പോൾ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് നമ്മൾ പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. പല രാജ്യങ്ങളിലും ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുന്ന വൻകിട കമ്പനികളെ ആണ് ആഗോള സംരംഭങ്ങൾ അഥവാ ബഹുരാഷ്ട്ര കമ്പനികളെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലേ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ കൂടി തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഇത്തരം കമ്പനികൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലൊരു സ്ഥാപനം ഉണ്ട് എങ്കിൽ ആ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ശ്രീലങ്കയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റു രാജ്യം സൗദി അറേബ്യയിലോ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയെങ്കിലൊക്കെ ഇടുന്നു അല്ലേ. അപ്പോൾ അവരുടെ യഥാർത്ഥ ഹെഡ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യയിലാണുള്ളത് അല്ലേ. അത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇത്തരം ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് വഴിതെളിയിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അല്ലാതെ LPG കേട്ടോ നിങ്ങൾ. LPG എന്താ? LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ. അല്ലാത്തൊരു മീനിങ് ഇതിനുണ്ട്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്ന മറ്റൊരു മീനിങ് ഉണ്ട്. അതല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചുള്ളത്. ഇവിടെ ഉദ്ദേശം എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഇത്തരം സ്ഥാപനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ മനസ്സിലാക്കി വെക്കാം, പല രാജ്യങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വൻകിട കമ്പനികളാണെന്ത്? ആഗോള സംരംഭങ്ങൾ അഥവാ ബഹുരാഷ്ട്ര കമ്പനികൾ. ചില സമയത്ത് MNC എന്ന് പറയാറുണ്ട്. MNCs എന്നും പറയാറുണ്ട്. MNC എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അത് അതിൻ്റെ ഷോർട്ട് ഫോം ആക്കി എഴുതി വെച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഹെഡിൽ നോക്ക്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനുണ്ട് ഇവിടെ MNCs എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ചില സമയം ചോദിക്കാറുണ്ട്, എന്താണ് MNC എന്ന് ചോദിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഈ ബഹുരാഷ്ട്ര കമ്പനികളെയാണ് പറഞ്ഞുള്ളത്, അല്ലെങ്കിൽ ആഗോള സംരംഭങ്ങളെയാണ് പറയുന്നത്. ചില സമയത്ത് ബഹുരാഷ്ട്ര കമ്പനികൾ എന്താ ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ബഹുരാഷ്ട്രമാണല്ലേ, കൂടുതൽ രാജ്യങ്ങളിലാണ് അല്ലേ. ആഗോള സംരംഭങ്ങൾ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കണം. ഇന്നതാണ് പറഞ്ഞുള്ളത്. അപ്പോൾ 3-4 രീതിയിൽ എന്ത് ചെയ്ത് ചോദിക്കാം. പ്രധാനമായിട്ടും 3 രീതിയിൽ എന്ത് ചെയ്ത് ചോദിക്കാം, മനസ്സിലാക്കി വെക്കുക. ഒന്നുകിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ MNC എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആഗോള സംരംഭങ്ങൾ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ MNC ആണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്.
MNC എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് MNC സ്ഥാപനങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്നുവെച്ചാൽ ആഗോള സംരംഭങ്ങളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപം ഉണ്ടായിരിക്കുന്നുള്ള അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. കൂടുതലായിട്ട് എന്തില്ല, വലിയ കമ്പനികളാണ് കൂടുതൽ ആയിട്ട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് കൂടുതൽ ക്യാഷും ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഇക്വിറ്റി ഷെയറുകൾ, ഡിബഞ്ചറുകളുടെ ചെറിയ മാറ്റം വന്നതാണ്. ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ തുടങ്ങിയവ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് സമാഹരിച്ച് ഉയർന്ന മൂലധന നിക്ഷേപം വൻകിട ബിസിനസ്സുകൾ നടത്തുന്നതിന് സഹായിക്കുന്നില്ല. അപ്പോൾ ഇവർ പല രീതിയിലൂടെയായിട്ട് ഡിബഞ്ചറും ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചിട്ടായിട്ടും പല രീതിയിലുള്ള ബാങ്ക് സഹായത്തോടെ കൂടിയിട്ടും പല രീതിയിൽ അവർക്ക് എന്തുണ്ട് കൂടുതൽ ക്യാഷ് അവരുടെ കയ്യിലുണ്ടാവും, കൂടുതൽ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ടാവും എന്ന് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ. രണ്ടാമത്തെ പ്രത്യേകത പറയുന്നത് എന്താണ്, ഭീമമായ സ്വരൂപം പറഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ആസ്തിയും വിറ്റുവരവും ഭീമമാണ്. അവർക്ക് ആസ്തിയിൽ അവരുടെ അസറ്റും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ എന്താണ് വലിയ സംഖ്യകളായിരിക്കും. വിവിധ രാഷ്ട്രങ്ങളിലായി പരന്നു കിടക്കുന്ന ഇതിൻ്റെ ബിസിനസ് സാമ്രാജ്യവും വിസ്തൃതമാണെന്ന് പറയുമ്പോൾ അതായത് വലിയതാണ് സാമ്രാജ്യം, വലിയ സാമ്രാജ്യമാണ് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടൂലേ, അത് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് പറഞ്ഞാൽ കേന്ദ്രീകൃത നിയന്ത്രണമാണ് എന്തേ പറയാം അതായത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ആസ്ഥാനം സ്വദേശത്തായിരിക്കും. വിവിധ രാജ്യങ്ങളിലെ അതിൻ്റെ ശാഖകളുടെ പ്രവർത്തനം സ്വദേശത്തെ ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതില്ല, പല രാജ്യങ്ങളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്കിലും ഇതിൻ്റെ നിയന്ത്രണം അതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നിട്ടാണ്, അതിൻ്റെ വേണ്ടപ്പെട്ട കേന്ദ്രീകൃതമായിട്ടാണ് അപ്പോൾ നിയന്ത്രണങ്ങൾ പോകുന്നത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി. അപ്പോൾ നിയമങ്ങളും തീരുമാനങ്ങളും നയങ്ങളൊക്കെ നടപ്പാക്കുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറഞ്ഞാൽ സാങ്കേതികവിദ്യയുടെ ആധുനിക സാങ്കേതികവിദ്യയാണ്. എങ്ങനെയാണ് സാങ്കേതികവിദ്യ ഉള്ളത്? ആധുനിക സാങ്കേതികവിദ്യയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ളത്. മനസ്സിലാക്കിയാണല്ലേ. അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉയർന്ന ഗുണനിലവാരവും ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ നല്ല അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുകയാണ് അന്താരാഷ്ട്ര വിപണിയാണ് വിവിധ രാഷ്ട്രങ്ങളിലായി പടർന്നു പന്തലിച്ച് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വിപണിയിലിടം നേടാനും മത്സരം അതിജീവിക്കാനും കഴിയുന്നു. അതായത് അവർക്ക് ലോകം മൊത്തം അവർക്ക് എന്താണ് മാർക്കറ്റാണെന്നുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം അവർക്ക് ലോകം മൊത്തം അവർക്ക് എന്തുണ്ട് മാർക്കറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ ലോകത്തിൽ മുഴുവനായിട്ട് അവർക്ക് സാധനങ്ങൾ കച്ചവടം ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, വിദഗ്ധ മാനേജ്മെൻറ്റ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം ആദ്യം പറഞ്ഞുതരാം. അതായത് ആഗോള സംരംഭങ്ങളുടെ ഭരണം എന്താണ് തികച്ചും ആധുനിക മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ എന്താണ് നല്ല ഒരു ആധുനിക രീതിയിലുള്ള മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാനേജ്മെൻറ്റുകൾ +2 ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക. മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതായത് എന്താണ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക നടത്തിക്കൊണ്ട് പോകുമല്ലേ. അപ്പോൾ അത് ആഗോളതലത്തിലാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള നല്ല തത്വങ്ങൾ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യാതെ വർക്ക് ചെയ്യുന്നത് കൂടാതെ ഉയർന്ന യോഗ്യതയും കഴിവും പരിചയസമ്പത്തുമുള്ള മാനേജർമാരുടെ സാന്നിധ്യം ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കും എന്ത് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് വൈദഗ്ധ്യമാർന്ന അല്ലെങ്കിൽ വിദഗ്ധരായ മാനേജ്മെൻ്റ് ആയിരിക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നത് എന്താണ് സംയുക്ത സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്താണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്നുള്ള ഭാഗം ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഹെഡ് പ്രകാരം പറഞ്ഞിട്ടില്ല എങ്കിലും ഇതിനുള്ളിലുള്ളൊരു ഭാഗമാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ചോദിച്ച ഭാഗമാണ് കേട്ടോ ജോയിൻറ്റ് വെഞ്ചർഷിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് ചിലപ്പോൾ ചില സമയം നമ്മളെന്ത് ചെയ്യും വെറുതെ അങ്ങോട്ട് കളയും. പക്ഷേ മനസ്സിലാക്കിക്കോ, നന്നായിട്ട് മനസ്സിലാക്കിയാൽ ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് സംയുക്ത സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്താണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ എന്ത് ചെയ്യുക കൂട്ടിച്ചേർക്കുക, അതാണ് ജോയിൻ്റ് ചെയ്യുക രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. അത് നന്നായിട്ട് മൈൻഡിൽ വെച്ചോട്ടാ. രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കലാണ് ജോയിൻറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാവും അത് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക കൂട്ടിച്ചേർക്കുക. അതിന് പറയുന്ന പേരാണെന്ത് ജോയിൻറ്റ് വെഞ്ചർഷിപ്പ്. ജോയിൻറ്റ് വെഞ്ചർഷിപ്പായിട്ട് പറയുന്നത്. നോക്കാം നമുക്ക്. രണ്ടോ അതിലധികമോ സ്വതന്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന് മൂലധനമിറക്കുകയും മാനുഷിക വിഭവങ്ങളും സാങ്കേതിക വിദ്യയും യോജിച്ച് പങ്കുവച്ച് രൂപീകരിക്കുകയും ചെയ്യുന്ന പുതിയ സംരംഭങ്ങളെയാണ് സംയുക്ത സംരംഭങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക പുതിയൊരു ബിസിനസ് സ്ഥാപനം ഇടുക അപ്പോൾ അവരെന്തൊക്കെയുണ്ടാകും അവർ
ക്യാപിറ്റൽ, അതായത് ക്യാഷ് കൊണ്ട് ഉദ്ദേശിച്ചില്ല, ക്യാപിറ്റലായാലും അവർ ചെയ്യേണ്ട മറ്റ് സാങ്കേതിക വിദ്യകളായാലും ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അവർ യോജിച്ച് അല്ലേ ഒന്നിച്ച് എന്ത് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ രണ്ടാൾക്കാർ കൂടിയിട്ട് ബിസിനസ് ഇടുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ടാൾക്കാർ കൂടി ബിസിനസ് ഇടുകയാണ്, ഒരാൾ ക്യാഷ് ഇറക്കുക, ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, മറ്റാൾ എങ്ങനെ ഉണ്ടായിരിക്കുക, അത് നടക്കുമോ? ഇല്ല. അപ്പോൾ രണ്ടാൾക്കാർ കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ? അതാണ് ഇവിടെയും പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ രണ്ടാൾക്കാരല്ല, രണ്ട് ബിസിനസ് സ്ഥാപനങ്ങളാണ് അല്ലേ. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു ബിസിനസ് സ്ഥാപനം ഇടുന്നു. അപ്പോൾ അവർ തമ്മിൽ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലും വേണ്ട സാങ്കേതിക വിദ്യകളും മൂലധനവും മാനുഷിക വിഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഒരുമിച്ച് പങ്കുവെച്ച് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ യോജിച്ച് ചേർന്നിട്ട് പുതിയ ബിസിനസ് സ്ഥാപനം ഇടുന്നതിനെ പറയുന്ന പേരാണെന്ത്, സംയുക്ത സംരംഭങ്ങൾ അല്ലേ. പുതിയ സംരംഭത്തിൻ്റെ നഷ്ടസാധ്യതയും ലാഭവും കൂടി ഇവർ പങ്കുവെക്കുന്നത്. അപ്പോൾ ലാഭവും നഷ്ടമൊക്കെ അവർ തന്നെയാണ് ആ രീതിയിൽ പങ്കുവെക്കുന്നത്. അവിടെ പറഞ്ഞാൽ നമുക്ക് ഉറപ്പന്നല്ലേ, അങ്ങനെ തന്നെയല്ലേ. പക്ഷേ പറയുകയാണ്, വിവിധ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വിപണിയിലേക്ക് തങ്ങളുടെ ബിസിനസ് വളർത്തുക എന്നതാണ് സംയുക്ത സംരംഭങ്ങളുടെ പ്രധാന ലക്ഷ്യം അല്ലേ. ഒന്നെങ്കിൽ പുതിയ രാജ്യത്ത് പുതിയ സ്ഥാപനമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്ത് തന്നെ എന്ത് ചെയ്യുക, വേറൊരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക സ്ഥാപനം നമുക്ക് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവില്ല, ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ രണ്ട് ജെൻ ഷോപ്പുള്ള അല്ലെങ്കിൽ ഒരു ജെൻ ഷോപ്പ് ഒരു ലേഡി ഷോപ്പുള്ള രണ്ടാൾക്കാരുണ്ട് വിചാരിക്കാം, ചെറിയ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർ ഒരു ടൗണിലാണുള്ളത്. അപ്പോൾ അവർ രണ്ടാളും കൂടി ഒരു ദിവസം തീരുമാനിക്കുക, അവർ പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാളെ കൂടി ചേർന്നിട്ട് നമുക്ക് ജെൻസും ലേഡീസും എല്ലാം കൂടെ ഉള്ള നല്ലൊരു ഷോപ്പ് ഇടാം അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ടൗണിലല്ല നമുക്ക് അടുത്ത ടൗണിൽ ഇടാം അല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർ മുന്നോട്ട് പോവുകയാണ് അല്ലേ. അതിനെ പറയുന്ന പേരാണെന്ത്, ജോയിൻറ്റ് വെഞ്ചർഷിപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അടുത്ത മാർക്കറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത രാജ്യത്ത് ഒക്കെ എന്ത് ചെയ്യുക, അത് ഇടാറുണ്ട് എന്നാണ് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അതിൻ്റെ നേട്ടങ്ങൾ പറയുന്നുണ്ട്, സംയുക്ത സംരംഭങ്ങളുടെ നേട്ടങ്ങളും ഗുണങ്ങളാണ് പറഞ്ഞത് അല്ലെ. പുതിയ വിപണികൾ കീഴടക്കാൻ കഴിയുന്നില്ല, അതായത് പുതിയ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, പുതിയ മാർക്കറ്റൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വിപണി അവർക്ക് അധികം മാർക്കറ്റ് കീഴടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിതരണ ശൃംഖല, അവർക്ക് വലിയ വിതരണ ശൃംഖല ഉണ്ടാവും അല്ലെ. അതായത് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങളും യോജിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, നല്ല വലിയ വിതരണ ശൃംഖല ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കില്ല. അതായത് ഒന്നിച്ച് ചേർന്ന വ്യത്യസ്ത സ്വതന്ത്ര സംരംഭങ്ങൾക്കും സംയുക്ത സംരംഭങ്ങൾ രൂപീകരിക്കുന്നതിന് ശേഷം തങ്ങളുടെ തുടർന്നുള്ള ബിസിനസ്സിൽ വ്യാപിപ്പിക്കുന്നതിനും സ്വതന്ത്ര സംരംഭങ്ങളുടെ വിതരണ ശൃംഖല കൂടി പ്രയോജനപ്പെടുത്താൻ അവർക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എവിടെ നിന്നാണോ സാധനങ്ങൾ കിട്ടുന്നത് അത് എവിടെയും ഉപയോഗപ്പെടുത്താം, അവരെ പുതിയ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് പറയുകയാണ് ഉയർന്ന ഉൽപ്പാദനം. ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തുണ്ടാവും, രണ്ട് സ്ഥാപനങ്ങളാണ്, അപ്പോൾ അവിടെ വലിയ സ്ഥാപനമാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നല്ല വലിയ ഉൽപ്പാദനമല്ല, ഉയർന്ന ഉൽപ്പാദനക്ഷമത കൈവരുത്തുന്നതിനും ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് മാനുഷിക വിഭവങ്ങൾ എന്തുണ്ടാവും, കൂടുതൽ മാനുഷിക വിഭവങ്ങളുണ്ട്. അതായത് സംയുക്ത സംരംഭങ്ങൾക്ക് സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ മാനുഷിക വിഭവങ്ങളെ കൂടി, അതായത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥാപനത്തിലെ മാനുഷിക വിഭവങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഉപയോഗപ്പെടുത്താം എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് മികച്ച സാങ്കേതിക വിദ്യ ഉണ്ടാവും അല്ലേ. രണ്ട് സ്ഥാപനങ്ങളാണ് അല്ലേ, അതായത് മികച്ച സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എളുപ്പത്തിൽ സാധ്യമാക്കുന്നുണ്ട് എവിടെ, ഇത്തരം സംയുക്ത സംരംഭങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. അതെങ്ങനെ കുറഞ്ഞ ഉൽപ്പാദന ചെലവ് ഉണ്ടാവില്ലേ, ഉൽപ്പാദന പ്രക്രിയ അല്ലേ, അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൂടിയ അളവിൽ വാങ്ങുന്നതിനും സംഭരിക്കുന്നതിനും സംയുക്ത സംരംഭങ്ങൾ സംരംഭങ്ങൾക്ക് സഹായകമാകുന്നുണ്ട്. അതായത് ഇവിടെ കുറച്ച് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ വാങ്ങുമ്പോൾ എന്തുണ്ടാവാറുണ്ട്, ചിലവ് കുറയാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എന്തിനാണ് ഹോൾസെയിൽ ഷോപ്പുകളിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്, എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് എന്തും കുറച്ച് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയാണ്. അതേപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതേപോലെ കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും, അതിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് പോലെയുള്ള ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിന് മറ്റൊരു ഭാഗം പറയുന്നത്. അപ്പോൾ എന്തിന് കുറഞ്ഞ ഉൽപ്പാദന ചിലവായിട്ട് ആദ്യ സാധനങ്ങൾ വാങ്ങിച്ച് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കൂടുതൽ ഉണ്ടാക്കാം, അപ്പോൾ ചിലവ് കുറയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും ഭാഗമാണ് ഈ സംയുക്ത സംരംഭങ്ങളുടെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇത്രയും ഭാഗമാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, വളരെ ഉപകാരമായിപ്പെടും. നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, വേണ്ടവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുക, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, വീണ്ടും വായിക്കുക, വീണ്ടും കേൾക്കുക, ഒക്കെ എന്ത് ചെയ്യാം. അപ്പം കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, എനിക്കൊരു മോട്ടീവ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ ക്ലാസ് ഉപകാരപ്രദമാകുന്നത് എന്ത് ചെയ്യാമെന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.